ജസ്റ്റിസ് കമാൽ ഭാഷാജി, അങ്ങ് എപ്പോഴും ചർച്ചയ്ക്ക് വന്നിട്ട് അങ്ങ് മാത്രമാണ് സമൂഹത്തിൻ്റെ ഏതാണ്ട് കോൺഷ്യൻസ് ക്രീപ്പർ, മോറൽ അതോറിറ്റി എന്ന് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ജസ്റ്റിസ് കമാൽ ഭാഷ, ഞാൻ ഡൽഹി കമ്മീഷണറായിരിക്കുമ്പോൾ 8 വർഷം ഞാൻ തോക്കും കൊണ്ട് നടന്നു. ഇവിടുത്തെ മഫിയയുടെ 14,310 കൊട്ടാരങ്ങൾ ഇടിച്ചു പൊളിച്ചു. എൻ്റെ ഭാര്യയെ അവരടിച്ചു മരിച്ചു എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയി. എൻ്റെ മക്കളെ അടിച്ചു. കമാൽ ഭാഷാജി, അങ്ങ് ഹൈക്കോടതിയിലെ എയർ കണ്ടീഷൻ മുറിയിൽ ഇരുന്നിട്ട് പുറത്തു വരുമ്പോൾ ഇപ്പം മനോഹരമായിട്ട് ഇതൊക്കെ പറയാൻ സാധിക്കും. ഞങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജോലി ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് ടെലിവിഷൻ വന്ന് പറയുന്നത് കേൾക്കുന്ന വളരെ രസകരമാണ്. പക്ഷേ അതിനപ്പുറത്തൊരു ലോകമുണ്ട്, ഞങ്ങളൊക്കെ ജീവിച്ച ഒരു ലോകമുണ്ട്. ശരിയാണ്. ഹൈക്കോടതിയിലെ ഞാൻ ഇരുന്നത് ശീതീകരിച്ച കോടതി മുറിയും ചേംബറും ഒക്കെയാണ്. പിന്നെ ശ്രീ അൽഫോൻ കണ്ണന്താനം പറഞ്ഞ പോലെ അദ്ദേഹം ജോലി ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരുപാട് ജോലി ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. എനിക്കറിയാം. ഈ വീടിടിച്ചതൊക്കെ ചരിത്രമെല്ലാം മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റേതായ റെസ്പെക്റ്റ് എനിക്ക് അദ്ദേഹത്തിനടുത്തുണ്ട് താനും. അതല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതിനുള്ള മറുപടിയല്ല അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഞാൻ സമൂഹത്തിനെ മുഴുവൻ രക്ഷിക്കാൻ നടക്കുന്ന അത് ശ്രീ കണ്ണന്താനം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ബാധ്യതയായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരാളാണ്. എന്നെ ഈ സമൂഹമാണ് ഈ നിലയിൽ എത്തിച്ചത്. അപ്പോൾ സമൂഹത്തിനോടുള്ള എൻ്റെ ഒരു കടപ്പാടാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്ന്. അതിന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് സംശയമൊന്നുമില്ല. അത് ഞാൻ നിർത്തത്തൊന്നുമില്ല. ഞാൻ നന്നാവാൻ തയ്യാറുമല്ല. ഓക്കെ.